പാലക്കാട് എലപ്പുള്ളിയിലെ GWLP സ്കൂൾ സ്മാർട്ടാണ്. എയർ കണ്ടീഷൻ ചെയ്ത മനോഹരമായ ക്ലാസ് റൂം, മികച്ച നിലവാരമുള്ള ഡെസ്കും ബെഞ്ചും, ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികളെ കാത്ത് സ്മാർട്ട് സ്ക്രീനും ഉണ്ട്. ഹലോ ഹലോ, നിഖിലല്ലേ? അതെ 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 24-ലെ അതെ 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 നമ്മുടെ എലപ്പുള്ളിയിലെ കാക്കത്തോട് സ്കൂളിലെ കുറച്ച് വിശേഷങ്ങളുണ്ട്. പുതിയ കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്ന് വരാൻ പറ്റുമോ? ഓ, തീർച്ചയായിട്ടും വരാം. സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, വരാം. നമസ്കാരം. മെമ്പറെ, ശരിക്കും AC ഉള്ള ഒരു ക്ലാസ് മുറി, അതൊരു 1ാം ക്ലാസ് ക്ലാസ് മുറി പറയുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. സത്യം തന്നെയാണോ? സത്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് കണ്ടാലറിയാം. ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് ആ ക്ലാസ് മുറിയിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതാണ് മെമ്പർ നമ്മളോട് പറഞ്ഞ ക്ലാസ് മുറി. AC ഉണ്ട്, ഡിജിറ്റൽ സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ഓൺലൈനിലായിട്ട് പല കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. മാത്രമല്ല, ഈ ക്ലാസ്സിലെ അന്തരീക്ഷവും വളരെ ഭംഗിയായിട്ട് കുട്ടികൾക്കൊരു മാനസിക ഉല്ലാസം നൽകുന്ന തരത്തിൽ തന്നെ ക്ലാസ് മുറി ക്രമീകരിച്ചിട്ടുണ്ട്. മെമ്പർ, നമുക്കൊന്ന് ഇരിക്കുക അല്ലേ? എന്താണ് ഇങ്ങനെ ഇപ്പോൾ ഏതാണ്ട് 5 ലക്ഷത്തോളം രൂപ ചിലവാക്കി അല്ലേ? ഓക്കെ, ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഇങ്ങനെ ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി നൽകാനുള്ള ഒരു കാരണം? ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെല്ലാം കുറവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇനി കുട്ടികളെ ആകർഷിക്കാൻ പറ്റുള്ളൂ. PSCയിൽ ഒരുപാട് മത്സര പരീക്ഷയിലെല്ലാം എഴുതി ജയിച്ചു വന്നിട്ടുള്ള ടീച്ചർമാരാണ്. അപ്പോൾ അവരുടെ കഴിവ് നമുക്ക് ഉപയോഗപ്പെടുത്തിയാൽ, അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മുടെ ഗവൺമെൻറ് സർക്കാർ സ്കൂളിൽ ചെയ്യാലോ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഒരു നല്ല ബെഞ്ച് പോലും സ്കൂളുകളിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. എന്തായാലും അധ്യാപകരുണ്ട്, നമുക്ക് അവരോടും കൂടെ ചോദിക്കാം. പ്രധാന അധ്യാപികയാണ്. ടീച്ചർ, ഇത്രയും സൗകര്യങ്ങളൊക്കെ ആയപ്പം എന്താണ് ടീച്ചർക്ക് തോന്നുന്നത്? എന്താണ് ഇനിയിപ്പോൾ കുട്ടികൾ കൂടുതലായിട്ട് സ്കൂളിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് കരുതുന്നത്? തീർച്ചയായിട്ടും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്പം തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ പാരൻസിനും ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, നല്ല സന്തോഷമാണ്. അപ്പോൾ കുട്ടികൾ വളരെ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെയാണ് ഇപ്പോൾ വന്നു തുടങ്ങുന്നത്. നമുക്ക് ഈ ഡിജിറ്റൽ സ്ക്രീനിൽ നമുക്ക് എന്തൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ നോർമലുള്ള ചോക്കും ഡസ്റ്ററും ഒക്കെ മാറി ഒരു ഇൻ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് എന്നുള്ള ഇതാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ അല്ലേ, കുട്ടികൾക്കും കളിക്കാനും എല്ലാം ഇഷ്ടം അതല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കുറച്ചും കൂടെ അവർക്ക് ക്ലാസ്സിലിരിക്കാനും ആകർഷകമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. നമ്മുടെ കുട്ടികൾക്കും വളരെ സന്തോഷത്തിലാണ് അവർ ഇങ്ങനത്തെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ. കുട്ടികളുടെ കാലിൽ വീണു പോകുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന ആ വലിയ ബോർഡും നമ്മൾ എഴുതിയിരുന്ന ചോക്കുമൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡിജിറ്റൽ കാലമാണ്. കുട്ടികളെ ആകർഷിക്കാൻ ഇത്തരത്തിലുള്ള പുതിയ സൗകര്യങ്ങൾ ഒരുക്കിയേ മതിയാകൂ എന്ന അവസ്ഥയിലാണ് സ്കൂളുകൾ. എന്തായാലും സർക്കാർ സ്കൂളുകളിൽ ഇത്തരം നല്ല മാതൃകകൾ ഉണ്ടാകുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.